വെൽക്കം ടു ഡെക്സി ലേൺ. നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് ക്യാറ്റിന്റെ സ്കോളർഷിപ്പ് എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്താം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യനിലോട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈ ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡി എയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ തന്നെയാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് പൈ ചാർട്ടിൽ ക്വസ്റ്റ്യൻസ് വരിക. ഒന്നെന്ന് പറയുന്നത് ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ രീതിയിലും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 100ൽ കൺവേർട്ട് ചെയ്തിട്ടും, അതുപോലെ ആംഗിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ 360 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടും ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, Leximax Global Publishers are allowed to sell only in certain states of India, namely Kerala, Tamil Nadu, Delhi, Uttar Pradesh, Gujarat and MP. The following pie chart gives the distribution of profits from book sales in these states during 2022 to 23. Okay, ഇവിടെ ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു പബ്ലിഷേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇന്ത്യയിലെ സെർട്ടൻ സ്റ്റേറ്റുകളിൽ മാത്രമേ എന്തുള്ളൂ, സെയിൽ ചെയ്യാൻ ഓപ്ഷൻസ് ഉള്ളൂ. അതായത് കേരള, തമിഴ്നാട്, ഗുജറാത്ത്, ഡൽഹി, MP, UP ഇവിടെയൊക്കെ മാത്രമാണ് അവർക്ക് എന്തുള്ളൂ, സെയിൽ ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്, അവരുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് 22-23 എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതും പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, എത്രയാന്നുള്ളത് തന്നിട്ടുണ്ട്, 2,70,720 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഓരോ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, കേരളയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 25% ആണ്. അതുപോലെ തന്നെ തമിഴ്നാടുവിന്റെ 30%. ഇനി ഡൽഹി ആണെങ്കിലോ 21%. അതുപോലെ ഗുജറാത്ത് എന്ന് പറയുന്നത് 4%, UP എന്ന് പറയുന്നത് 9%, NP എന്ന് പറയുന്നത് 11% ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫിറ്റ് ഫ്രം UP ആൻഡ് ദാറ്റ് ഫ്രം ഗുജറാത്ത്? UPയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഗുജറാത്തും തമ്മിലുള്ള പ്രോഫിറ്റിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളും ചേർന്നിട്ടുള്ളതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കാണണം, UPയുടെ കാണണം, എന്നിട്ട് അതിൽ നിന്ന് എന്ത് കാണണം, ഗുജറാത്തിന്റെയും കാണണം, എന്നിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അതായത് UP മൈനസ് ഗുജറാത്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് കാണണം, UPയുടെ പ്രോഫിറ്റ് എത്രയെന്ന് കാണണം, രണ്ടാമത് ഗുജറാത്തിന്റെ പ്രോഫിറ്റ് എത്രയെന്ന് കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. UPയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ്, സ്റ്റേറ്റ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം, ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു X% ഡിവൈഡ് ബൈ 100 എന്നുള്ള രീതിയിലോട്ട്. ഓക്കെ, അതായത് ഏത് സ്റ്റേറ്റ് ആണ്, ഏതാണോ പെർട്ടിക്കുലർ സ്റ്റേറ്റ്, അതിന്റെ പ്രോഫിറ്റ് കാണാനെന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് ആണോ ആ സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഉള്ളത്, അത് ഡിവൈഡ് ബൈ 100. എന്തുകൊണ്ടാണ് 100? നമ്മൾ എപ്പോഴും പെർസെന്റേജ് പറയുന്നത് എന്തിനാണ്, 100ലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് UPയുടെ കേസിലോട്ട് പോകാണെന്നുണ്ടെങ്കിൽ, UPയുടെ നമ്മുടെ കേസ് നമ്മൾ പറഞ്ഞു 9% ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 9% ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ്, TP ആണ്. TP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഗുജറാത്തിന്റെ നമുക്ക് എഴുതാം. എങ്ങനെയാണ് ഗുജറാത്ത് എത്ര പെർസെന്റേജ് പറഞ്ഞത്, 4% ആണ്. അപ്പോൾ 4% ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. 9 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് 4 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ എന്ത് പറയാം, ഇവിടെ കോമൺ ആരാ ഉള്ളത്, ടോട്ടൽ പ്രോഫിറ്റ് ആണ്. രണ്ട് പേർക്കുള്ളത് എന്ന് പറയുന്നത് ആരാണ്, ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യാം, നമുക്ക് പുറത്തോട്ട് എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ TP ഇൻറ്റു, ഇനി ഇവിടെ ആരൊക്കെയുള്ളത്, 9/100 മൈനസ് 4/100. ഇവിടെ രണ്ട് പേർക്കും ഡിനോമിനേറ്റർ എന്താണ്, സെയിം 100. അപ്പോൾ 1 ടൈം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 9 മൈനസ് 4 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇനി ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 270, 720 ഇൻറ്റു 9 മൈനസ് 4 എല്ലാവർക്കും അറിയാം 5 ആണ്. അപ്പോൾ 5 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, 2 സീറോകളുണ്ട്, 2 സീറോ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ എന്താ ഉള്ളത് ഇവിടെ, 5 ഡിവൈഡ് ബൈ 10 ആണുള്ളത്. 5 1 ടൈമും 10ൽ 2 ടൈംസും, അപ്പോൾ
1/2. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഹാഫ് കണ്ടാൽ മതി. എത്രയായിരിക്കും ഹാഫ്? 27072 ഡിവൈഡഡ് ബൈ 2. 2ൽ 1 ടൈംസ് ആണുള്ളത്, 7ൽ 3 ടൈംസ് വരും. അപ്പൊ എന്തുണ്ട്? ഒരു റിമൈൻഡർ ഉണ്ട്, അത് 0ന്റെ ഒപ്പം കൂടും. 10ൽ 5 ടൈംസ് ആയി. അടുത്തത് വീണ്ടും 7 ആണ്. 7ൽ എത്ര ടൈംസ് 2 ഉണ്ട്? 3. വീണ്ടും റിമൈൻഡർ 1 ഉണ്ട്. അപ്പൊ 12 ആയി. 12ൽ എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ്. അപ്പോൾ 13,536. അഥവാ ഓപ്ഷൻ സി ആണ് നമ്മളുടെ എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? DA എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളാണ്. ഇനി ഒരു എന്താ പറയാ ഒരു കാര്യം പറഞ്ഞാൽ, കാറ്റിന്റെ ബേസിൽ നമുക്കൊരു കാര്യം പറഞ്ഞു. കാറ്റിൽ എന്തായാലും DA എല്ലാവരിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഷുവറാണ്. അതിൽ DAയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്റ്റഡ് ഒരു 8 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ് ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. DA സിമ്പിൾ, നമ്മൾ പഠിച്ചിട്ടുള്ള 10th വേണ്ട, നമുക്ക് 9th-ലും 10th-ലും നമ്മൾ പഠിച്ചിട്ടുള്ള ഡിവിഷനും മൾട്ടിപ്പിളും അറിയുന്നുണ്ടെങ്കിൽ ആർക്കും DA സ്കോർ ചെയ്യാം. അപ്പൊ എന്താണ്? DA ഫോക്കസ് ചെയ്താൽ തന്നെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. എത്ര മാർക്ക് ഉണ്ട്? 3 മാർക്ക് വെച്ച്. എത്ര മാർക്ക് കിട്ടി? ടോട്ടൽ 30. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത്യാവശ്യം നല്ല സ്കോറായി. ഇനി എല്ലാവരും അതിലും വളരെ സിമ്പിളാ. നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനല്ല, ചിന്തിക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒന്ന് ചിന്തിച്ച് ചെയ്താൽ എന്ത് കിട്ടും? അത് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദ പ്രോഫിറ്റ് തമിഴ്നാട് മോർ ദാൻ ദ പ്രോഫിറ്റ് ഫ്രം കേരള? കേരളത്തിനെക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് ആണ് തമിഴ്നാടിന്റെ പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിനെക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് കൂടുതൽ, എത്ര കൂടുതലാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, എത്ര പെർസെൻറ്റേജ് കൂടുതൽ. അപ്പൊ അവിടെ എന്താണ്? പെർസെൻറ്റേജ് ഡിഫറൻസ് അല്ലെ? പെർസെൻറ്റേജ് ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച്. ഓക്കെ, DAയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാം, പെർസെൻറ്റേജ് ചേഞ്ച്. രണ്ട് രീതിയിൽ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ചിന് നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഡിക്രീസ്. എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു 100 റുപ്പീസ് ഉണ്ട്. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ കയ്യിലൊരു 50 റുപ്പീസ് ഉണ്ട്. എക്സാമ്പിളാണ്. അപ്പോൾ എനിക്ക് എന്താണ്? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ളതിനെക്കാട്ടിലും 50 റുപ്പീസ് എൻ്റെ കയ്യിൽ കൂടുതലാണ്. അപ്പോൾ ഒരു ആൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ളതിനെക്കാട്ടിലും എത്ര പൈസ അല്ലെങ്കിൽ എത്ര റുപ്പീസ് പെർസെൻറ്റേജ് കൂടുതലാണ് എൻ്റെ കയ്യിൽ? രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, നിങ്ങളെ കയ്യിലുള്ള ക്യാഷിനെക്കാട്ടിലും എത്ര കൂടുതലുണ്ട് എൻ്റെ കയ്യിൽ നിന്നും, നിങ്ങളെ കയ്യിലുള്ളതിനെക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് എൻ്റെ അടുത്ത് നിന്നുള്ളത്. ഓക്കെ, രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ശരിയല്ലേ? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് മൈനസ് കേരള. ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ആര് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്? കേരളത്തിനെക്കാട്ടിലും എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? കേരളത്തിനെക്കാട്ടിലും എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിന് വെച്ചാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് 100ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 50, അല്ലെങ്കിൽ 100ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 10. അങ്ങനെയാണ് നമ്മളോട് കാണാൻ പറയാം. അപ്പോൾ 100ന്റെ എത്ര പെർസെന്റ്, 100ന് വെച്ച് കമ്പയർ ചെയ്യുന്നു അല്ലേ? അപ്പൊ 100 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? കേരള. അപ്പൊ കേരളയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ആയോ? ഇല്ല. പെർസെൻറ്റേജ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 100. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു വാല്യൂ തന്നിട്ട് 2 ലാഖിന്റെ ഒക്കെ മുകളിലുള്ള വാല്യൂ ആണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ 25%, 30% ഒക്കെ കണ്ടിട്ട് പിന്നെ അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഡിവൈഡർ ബൈ അത്രയും എമൗണ്ട് ഇൻറ്റു 100, വലിയൊരു വാല്യൂലോട്ട് പോകും. ആ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഇവിടെ എന്താണ്? നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് കാണാനായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആംഗിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. രണ്ടാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് ആണെന്ന് 100ലും ആംഗിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 360ലും. ഇവിടെ തന്നിട്ടുള്ളത് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് അസൂം ചെയ്യാം. ഇൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 ആണ്. 100 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? 100ന്റെ 25% എന്ന് പറഞ്ഞാൽ 25 ആണ്. അതുപോലെ 100ന്റെ 30% എന്ന് പറഞ്ഞാൽ 30% ആണ്. അപ്പൊ എനിക്ക് ഇതിന്റെ തമിഴ്നാടിന്റെയും കേരളന്റെയും പ്രോഫിറ്റ് എന്തായി? വളരെ സിമ്പിൾ ആക്കി ഞാൻ ഷോർട്ട് ചെയ്തു. എങ്ങനെ? തമിഴ്നാടിന്റെ 30, കേരളയുടെ 25 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 ആയി. ഇനി 30 നിന്ന് 25 ഓർക്കാൻ ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? അറിയാത്തല്ലോ ആരുമില്ല, നമുക്കൊക്കെ അറിയണ കാര്യമാണ്. അപ്പൊ എന്തായി? 5 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100. ഓക്കെ,
ഇനി ഇത് ചെയ്യാൻ വയ്ക്കാതെ ആരെങ്കിലും ഇല്ല. ഇത് നമുക്ക് ചെയ്യാം. 1 അല്ലെങ്കിൽ 5/25 നമുക്ക് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 100നെയും 25നെയും നമുക്ക് കട്ട് ചെയ്യാം. ഏതാ നമുക്ക് സുഖം? 100നെയും 25നെയും കട്ട് ചെയ്യാം. അതല്ലേ എളുപ്പം. ഒരു 100ൽ 4 25 ഉള്ളത്. അപ്പോൾ 25 1 ടൈം ആണെന്നുണ്ടെങ്കിൽ 100ൽ 4 ടൈംസ്. 4 5 മൾട്ടിപ്പിൾ ചെയ്യാൻ വയ്ക്കാത്തവരും ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്ര കിട്ടും? 20%. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡി ഐയിലെ കേസ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്പിളും അതുപോലെ എന്താണ് ഡിവിഷനും അറിയുന്നുണ്ടെങ്കിൽ ആർക്കും സ്കോർ ചെയ്യാം, ഒരു പ്രശ്നമല്ല. ഓക്കെ, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ അല്ലെ, നേരത്തെ കണ്ട 2 ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, വളരെ ഒറ്റ ലൈൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ എന്താണ് കൂടുതലുണ്ട്. നോക്കാം. ഫ്രം 2022, 23 to 24, the profit from Kerala has gone up by 20%, that from Tamil Nadu by 20%, that from Gujarat by 35%, that from UP by 40%, and that from each MP and Delhi by 50%. If a new pie chart is drawn from the total profit in 2023-24, find the approximate angle of the sector representing Kerala. Okay. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ, നേരത്തെ ചെയ്തതിന്റെ വേറൊരു ഫോർമാറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പെർട്ടിക്കുലർ ഇയർ നമുക്ക് തന്നിട്ടുണ്ട്. ഏത്? 22-23 എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് 23-24 എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിലോട്ട് എന്താണ് മൂവ് ചെയ്യാണ്. ഓക്കെ. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ഇയറിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കേരളയുടെ പ്രോഫിറ്റ് 20% കൂടി. ഓക്കെ, ഞാൻ എഴുതാം. കേരളയുടെ 20% ഇൻക്രീസ് ആണ്. അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? തമിഴ്നാടും പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടും 20% ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഏതാ പറഞ്ഞിട്ടുള്ളത്? ഗുജറാത്ത്. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ 35% ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത കേസിലോട്ട് വരുമ്പോൾ ഏതാ? യു പി. ഓക്കെ, യു പി 40% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദാറ്റ് ഫ്രം ഈച്ച് എം പി ആൻഡ് ഡൽഹി ബൈ 50%. ഈച്ച് എം പി ആൻഡ് ഡൽഹി ബൈ 50%. എം പിയും ഡൽഹിയും 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എം പി 50%. ഓക്കെ, അതുപോലെ ഡൽഹിയും 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ് ചെയ്തു. ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു വാല്യൂവിന്റെ ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എങ്ങനെയാണ് നമുക്ക് അതിന് പറയാൻ പറ്റുക? 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ 100 പ്ലസ് ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെ തന്നെ 100 പ്ലസ് ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? 120%, അല്ലെങ്കിൽ 150%, 130% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്ത്, എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് പുതിയൊരു ഇയറിലോട്ട് മാറുമ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി എന്താ അറിയാം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു എന്ന് അറിയാം. വീണ്ടും നമുക്ക് ഇവിടെ ഫുൾ വാല്യൂ എടുത്ത് ചെയ്യണോ? 2 lakhന്റെ വാല്യൂ ഒക്കെ എടുത്ത് ചെയ്യണോ? ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അസ്യൂം ചെയ്യാം. ഇതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് 100 ആണ്. അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് 100 ആണെന്നുണ്ടെങ്കിൽ 22-23 നമ്മൾ കേരളയുടെ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? 25% അല്ലെ? ആണോ? 25%. ഓക്കെ, എങ്കിൽ 25%ന്റെ 20% എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എങ്ങനെ കാണാം? നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേഷനിൽ കട്ട് ചെയ്യാനൊന്നും നമ്മൾ നിൽക്കണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഏതൊരു വാല്യൂന്റെയും 50% നമുക്ക് കണ്ടുകൂടെ? എങ്ങനെ 50% കാണാം? അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഇപ്പൊ 100ന്റെ 50% എന്ന് പറഞ്ഞാല് 100ന്റെ ഹാഫ് ആണ്, 50 ആണ്. ഓക്കെ, ഇനി മറ്റൊരു എളുപ്പം ഒരു ഷോർട്ട് കട്ട്, അടുത്തൊരു ഷോർട്ട് കട്ട്. ഏതൊരു വാല്യൂന്റെയും ഒരു ഡെസിമൽ മാറിയിട്ട് കഴിഞ്ഞാൽ 10% കിട്ടും അല്ലെ? നോക്കിയാൽ മതി. 100ന്റെ 10% എന്ന് പറയുന്നത് 10 ഒരു ഡെസിമൽ ഇട്ടാൽ മതി, ശരിയല്ലേ? ഓക്കെ, അടുത്തത് ഇനി അതിന്റെ 20% കാണുന്നുണ്ടെങ്കിലോ 10% നമ്മൾ കണ്ടു, ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 20%. അപ്പൊ എനിക്ക് 10% കിട്ടിയിട്ട് ഇനി 70% കാണുന്നുണ്ടെങ്കിലോ അതെന്ത് ചെയ്താൽ മതി? 10 × 7 ചെയ്താൽ ആ വാല്യൂ കിട്ടും. നമ്മൾ അവിടെ കട്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതിന്റെ 1% ആണെങ്കിലോ അവിടെ 2 ഡെസിമലാണ് ഇടേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ കേസ് എന്നുള്ളത്. ഇവിടെ 20% പറഞ്ഞിട്ടുള്ളത്, അതായത് 25ന്റെ 20% കാണണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 25ന്റെ 10% എനിക്കറിയാം എത്രയാണ്? 2.5. ഒരു ഡെസിമൽ ഇട്ടാൽ മതി. 20% ആണെങ്കിലോ 5. എങ്ങനെ കിട്ടിയത്? 2.5 × 2 5 കിട്ടി. അപ്പൊ 23-24 കേരളയുടെ വാല്യൂ എന്ന് പറയുന്നത് 25 + 5 ആണ് അല്ലെ? 20% കൂടുതൽ ആഡ് ചെയ്യാണ് ഞാൻ അയക്ക്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 30. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്?
തമിഴ്നാട് എന്താണ് 20% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാടിന്റെ എത്രയായിരുന്നു 30 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 3 അല്ലെ, 10% എന്ന് പറയുന്നത് 3 എങ്കിൽ 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും 6. അപ്പൊ എനിക്ക് എന്ത് പറയാം, ഇത് 30 ആണെന്നുണ്ടെങ്കിൽ ഇത് 36 ആണ്. അടുത്തത് ഗുജറാത്ത്, നമുക്ക് നോക്കാം ഗുജറാത്തിന്റെ എത്രയായിരുന്നു എന്നുള്ളത്. ഗുജറാത്തിൻ്റെത് 4 ഓക്കെ. ഗുജറാത്ത് എന്ന് പറയുന്നത് 4 4ന്റെ 35%. ഓക്കെ, 4ന്റെ 35%. അപ്പൊ 4ന്റെ 35% 10% എന്ന് പറഞ്ഞാൽ എത്രയായി 0.4 ഓക്കെ. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 12 അല്ലെ. 4 × 3 12. ഒരു ഡെസിമൽ ഉണ്ട് 1.2. ഇനി എനിക്ക് എന്ത് കാണണം 30% ആയിട്ടുള്ളൂ. ഇനി എനിക്ക് 5% കൂടെ ആഡ് ചെയ്യണം. 5% എന്ന് പറയുന്നത് 10%ന്റെ ഹാഫാ. അപ്പൊ 0.4 ആണ് 10% എങ്കിൽ 5% കാണാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എത്രയായിരിക്കും 0.2 ആണ്. അപ്പൊ 0.2. അപ്പൊ ടോട്ടൽ 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4. അപ്പൊ 4 + 1.4 ആഡ് ചെയ്താൽ എത്ര കിട്ടും 5.4. ഓക്കെ. അടുത്തത് യു പിയുടെ എത്രയായിരുന്നു, യു പി എന്ന് പറയുന്നത് 9. ഓക്കെ, 9%. 9%ന്റെ 40 എങ്ങനെ കാണാം, 9ന്റെ 10% എത്രയാണ് 0.9 ആണ്. അപ്പൊ അതിന് 40% 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 9 × 4 എത്ര കിട്ടും 36. പക്ഷെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഡെസിമൽ ഉണ്ട് അല്ലെ. അപ്പൊ 3.6. 9ന്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3.6 ആണ്. പക്ഷെ എനിക്ക് ഇവിടെ 40% ഇൻക്രീസ് ആണ്. അപ്പൊ 9 + 3.6 അഥവാ 12.6. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ് 50%. ഓക്കെ. എം പി എന്ന് പറയുന്നത് എത്രയായിരുന്നു 11ന്റെ 50% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, 11ന്റെ 50% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. 11ന്റെ 50% അതിന്റെ ഹാഫ്, 10ന്റെ ഹാഫ് 5, പിന്നെ 1ന്റെ ഹാഫ് 0.5. അപ്പോൾ 5.5. അപ്പോൾ നമ്മൾ എത്രയാണ് 11ന്റെ 50% ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 5.5 കൂടെ എന്ത് ചെയ്യണം അഡീഷണൽ ആയിട്ട് വരണം. അപ്പൊ എന്ത് പറയാം 16.5. സിമ്പിളാ, കാൽക്കുലേഷൻ വളരെ സിമ്പിളാ. നമ്മളിത് എന്താ പറയാ മാത്സ് ആണ്, അയ്യോ എന്നെ കൊണ്ട് പറ്റൂലിട്ടത് സാറേ കൂട്ടിയാ കൂടുതലോ മാത്സാ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്താ പ്രശ്നം അറിയില്ല സാറേ, ഇത് എത്ര ആലോചിച്ചാലും കിട്ടില്ല. ഒരു പേടിയും പേടിച്ചണ്ട, സിമ്പിളായി കാര്യങ്ങളൊക്കെ. ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി എന്തെങ്കിലും കാറ്റിൽ കാണും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഓ ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഡിവൈഡ് ചെയ്തിട്ട് എവിടെ എത്തും ഒരു ഐഡിയ ഇല്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ഇതാ ഡിം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അല്ലെ. മറ്റേ ഇന്നസെന്റ് പറയുന്നത് ഇത് വെള്ളപ്പണം അടിയിൽ എന്താണ് ടിം ചെയ്യുന്ന മാതിരി തന്നെയാണ്. അതേമാതിരി സിമ്പിളാണ്, കാര്യങ്ങൾ സിമ്പിളാണ്. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം മെന്റേഴ്സ് വേണം, കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആൾ വേണം. ഞാനതൊന്നും ഒറ്റക്ക് പഠിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. നമ്മൾ എന്താണ് സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മൾ പഠിച്ച് നമ്മളാണ് എക്സ്പേർട്ടായാലും എന്താ പിന്നെ നമ്മുടെ കയ്യിലാണ് താക്കോല്. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിന് മാത്സ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് അതിൽ ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കണ്ടെത്തിയ ആളാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് ഡൽഹിയുടെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡൽഹിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 21 അല്ലെ. ഡൽഹിന്റെ എന്ന് പറയുന്നത് 21. 21ന്റെ 50% ഇൻക്രീസ് ചെയ്യാം. സിമ്പിൾ ആക്കി പറഞ്ഞാൽ 50% ഇൻക്രീസ് ചെയ്യാം. 20യുടെ ഹാഫ് എടുക്കാം 10 അല്ലെ. 20യുടെ ഹാഫ് എന്ന് പറയുന്നത് 10. അതുപോലെ എന്താണ് ഇനി എനിക്ക് ബാക്കിയുള്ളത് 1. 1ന്റെ ഹാഫ് എന്ന് പറയുന്നത് 0.5. അപ്പൊ ആഡ് ചെയ്താൽ എന്ത് കിട്ടി 10.5. അത് ഇനി 21ലോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 31.5. ഓക്കെ, ഇനി ഇത് ടോട്ടൽ കാണും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ആ ഒരു വർഷത്തെ കമ്പനിയുടെ അല്ലെങ്കിൽ പബ്ലിഷേഴ്സിന്റെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക. എത്ര കിട്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 5 5 10 19 0 വരും. ഓക്കെ, അടുത്ത എന്ത് വരും 19 20 2 6 8 8 10. ഓക്കെ, 132 എന്നുള്ള രീതിയിലോട്ട് വരും. ഓക്കെ, ഇനി 132 കിട്ടി. 132 എന്താ ആ ഒരു വർഷത്തെ, അതായത് 23-24 ഇയറിലെ പ്രോഫിറ്റാ, ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് കാണണം, ആൻസർ കാണണം. എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇഫ് എ ന്യൂ പൈ ചാർട്ട് ഈസ് ഡ്രോൺ ഫ്രം ദ ടോട്ടൽ പ്രോഫിറ്റ് ഇൻ 2023-24 ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ആംഗിൾ ഓഫ് ദ സെക്ടർ റെപ്രസെന്റിങ് കേരള ആ ഒരു വർഷം റെപ്രസെന്റ് ചെയ്യുന്ന ആംഗിളിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ അപ്രോക്സിമേറ്റ് ആംഗിൾ ഡിസ്ട്രിബ്യൂഷൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം,
എങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ കാണാം അല്ലേ? അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ആംഗിൾ പറയുന്നത് എപ്പോഴും 360 അതുപോലെ പെർസെൻറ്റേജ് പറയുന്നത് എപ്പോഴാണ്? 100 അപ്പോൾ പെർസെൻറ്റേജ് കാണുന്നുണ്ടെങ്കിൽ ഇൻറ്റു 100. അതുപോലെ ഏത് ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 360. അപ്പോൾ ഇൻറ്റു 360 എന്തായാലും കാണും. ഓക്കെ, അത് എന്തൊക്കെയാണ് മാറ്റേണ്ടത്? ഇനി ടോട്ടൽ പ്രോഫിറ്റിൽ എത്രയാണ് ആംഗിൾ ഡിസ്ട്രിബ്യൂഷന് കേരള എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കെ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 100. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് അറിയാം എത്രയാണ്? 132. ഓക്കെ, പിന്നെ കെ എത്രയാണ്? നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുവച്ചു 30 എന്ന് പറയുന്നത് 30 ഇൻറ്റു 360. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 30 ഡിവൈഡ് ബൈ 132 ഇൻറ്റു 360 ആണ് ഉള്ളത്. എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ കട്ട് ചെയ്യാം? ഓക്കെ, നമുക്കൊരു സിമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 132 ആണ്. 132ന്റെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1 3 ആഡ് ചെയ്താൽ 4, 4 2 ആഡ് ചെയ്താൽ 6 കിട്ടി. 6 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പൊ അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ റൂൾസ് ഉണ്ട്. നമുക്ക് ഡിവിഷനാണ് പ്രശ്നം അല്ലെ? പക്ഷെ ഡിവിഷൻ ഏത് വെച്ച് പോകുന്നു കാണാനുള്ള റൂൾ നമ്മളടുത്തുണ്ട്, പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ചെയ്യാം. 13 എത്ര 3 ഉണ്ടാവും? എണ്ണിക്കോളി അല്ലെ? എല്ലാവർക്കും അറിയാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയാം. 1 into 3 3 ആണ്, 2 into 3 6 ആണ്, 3 into 3 9 ആണ്, 4 into 3 എത്രയാണ്? 12. അപ്പോൾ 4 ടൈംസ് ഇവിടെ പോവുള്ളൂ. അപ്പോൾ 30ൽ 4 ടൈംസ്, അപ്പോൾ എന്തുണ്ട്? 1 റിമൈൻഡർ. അപ്പോൾ വീണ്ടും 12 നമുക്ക് അറിയാലോ, 4 ടൈംസ്, അപ്പോൾ 44 ആയി. ഇനി നമുക്ക് ഏത് കട്ട് ചെയ്യാം? കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യാം. നമുക്ക് 316 ആണ് കട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിളാ. എത്ര കിട്ടും? 120 അല്ലേ? 3ൽ 1 ടൈംസ്, 60ൽ 20 ടൈംസ്, അപ്പോൾ 120 തന്നെ ആൻസർ. ഇനി 120 നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? 12 നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 44 കട്ട് ചെയ്യാം. 4 11 കിട്ടും. ഇവിടെ 30. അപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് എന്ത് പറയാം? 30 into 30 ഡിവൈഡ് ബൈ 11. എത്രയാണ്? 30 into 30 സിമ്പിളാ. 3 മൾട്ടിപ്പിൾ ചെയ്യാം. 9 2 0 ഇട്ട് കൊടുത്താൽ മതി. 11 കിട്ടി. ഓക്കെ, ഇനി നോക്കാം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. 900 ഡിവൈഡ് ബൈ 11. 90ൽ എത്ര 11 ഉണ്ട് നോക്കാം. 90ൽ 9 11 ആണെങ്കിൽ അതിൽ 11 ഇൻറ്റു 9 ആണെന്നുണ്ടെങ്കിൽ എത്രയായി? 99 ആയി. 9 ടൈംസ് പോവില്ല. പിന്നെ നമുക്ക് പോകാൻ ചാൻസ് ഉള്ള 8 ടൈംസാണ്. കാരണം 88 അല്ലേ? 88 വരും. അപ്പോൾ 2 ടൈംസ്, 2 റിമൈൻഡർ വരും അല്ലേ? 90ൽ നിന്ന് 88 പോയി കഴിഞ്ഞാൽ പിന്നെ 2 റിമൈൻഡർ വന്നാൽ എന്തായി? അത് 20 ആയി. 20ൽ അറിയാം ഒറ്റ തവണ പോവുള്ളൂ. പിന്നെ എന്ത് വേണം? റിമൈൻഡർ എത്ര ഉണ്ടാവും? 9. വീണ്ടും പോയിന്റ് ഉള്ള സ്ഥിതിക്ക് 0. 81.8 അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ? പോയിന്റിന് ശേഷം 5ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ മതി? അതിനെ റൗണ്ട് ചെയ്താൽ മതി. എനിക്കെന്താ പറയാം? അപ്രോക്സിമേറ്റ് 82 ഡിഗ്രി അല്ലേ? 82 ഡിഗ്രി. അതായത് ആൻസർ എന്ന് പറയുന്നത് ഡി, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ അതും എന്തായി? കംപ്ലീറ്റ് ആയി. ഇതെന്താണ്? കുറച്ച് ചെയ്യാനുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻ്റെ മാതിരി ഒന്നല്ല, ചെറുതായിട്ട് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ചെയ്യാനുണ്ട്. പക്ഷെ ചെയ്യാനുള്ള പ്രോസസ്സ് എന്താ? വളരെ സിമ്പിളാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്ങനെ ഇത് പെർസെൻറ്റേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും, ഇപ്പൊ ഡിഗ്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാന്നുള്ളത് അല്ലേ? ഡിഗ്രീസിന്റെ ഇനിയിപ്പോൾ പെർസെൻറ്റേജ് ഡിഗ്രീസ് ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിഗ്രീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഡിഗ്രീസിലോട്ട് മാറ്റണം. അതിനൊരു മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 2 രീതിയിൽ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തു എന്നാ. അപ്പൊ ഇനി ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാം പറയാം, ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് 100ന്റെ 20% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ 2 രീതിയിൽ കാണാം. ഒന്ന്, എനിക്ക് 100ന്റെ 20% കണ്ടിട്ട് 20 തന്നെ കിട്ടും. എന്നിട്ട് 100ലോട്ട് എനിക്ക് ആഡ് ചെയ്യണം, 120 എന്ന് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? 20% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 120% ആയി മാറുകയാണ്. ശരിയല്ലേ? 100ന്റെ 120% 120 തന്നെയാണ്. ഇതാണ് പറഞ്ഞത്. ഇനി നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് DIയുടെ ഫസ്റ്റ് സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഫ്രം കേരള, MP ആൻഡ് ഗുജറാത്ത്? കേരളയും MP യും ഗുജറാത്തും ചേർന്ന് കഴിഞ്ഞാലുള്ള ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളന്റെ പ്രോഫിറ്റ്, MP യുടെ പ്രോഫിറ്റ്, അതുപോലെ ഗുജറാത്തിന്റെ പ്രോഫിറ്റ് ചേർന്നാൽ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും പ്രോഫിറ്റ് കാണും. ഓരോരുത്തരുടെയും പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു കേരളാസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 പ്ലസ് ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു MP's
പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 പ്ലസ് ഗുജറാത്തിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു ഗുജറാത്ത് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു പോകണം. പക്ഷേ അതിലും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോമൺ ആയിട്ടുള്ളത് ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്, പിന്നെ കോമൺ ആയിട്ട് ആരുണ്ട്, 100 ഉണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്താ അറിയാം, കേരള എന്ന് പറഞ്ഞാൽ 25%, MP എന്ന് പറഞ്ഞാൽ 11%, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ 4%. അപ്പൊ എത്ര കിട്ടും, 25 പ്ലസ് 11 പ്ലസ് 5 ചെയ്താൽ മതി. ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു ആഡ് ചെയ്താൽ എത്ര കിട്ടും, 15, സോറി ഇവിടെ 4 ആണ്, 5 അല്ല 4 ആണ്, 11ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 100. ഓക്കെ, വാല്യൂ നോക്കാം നമുക്ക്, ഇവിടെ 0 പോകും. ടോട്ടൽ പ്രോഫിറ്റ് ആരാ നമുക്ക് 270, 720 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 10 ആയി. ഈ 0 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇനി 4 ഇൻറ്റു 2 8, 7 ഇൻറ്റു 4 28, വീണ്ടും 8, 2 റിമൈൻഡർ. ഓക്കെ, അടുത്തതോ 4 ഇൻറ്റു 0 തന്നെ, പക്ഷെ 2 റിമൈൻഡർ ഉണ്ട് 2, വീണ്ടും 4 ഇൻറ്റു 7 28, 8, വീണ്ടും 2 റിമൈൻഡർ, 4 ഇൻറ്റു 2 8 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 10. എത്ര കിട്ടി, ഓപ്ഷൻ നമ്പർ എ. ഇത്രേ ഉള്ളൂ. ഇതാണ് DIയുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് നോളജ് ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, DI ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. DI എല്ലാവരും ഫുൾ സ്കോർ ചെയ്യാം, ആർക്കും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇത്രയും സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് DI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സി യു ടുമോറോ.